ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 43 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രവിക്കാം. ചോദ്യം 1. അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ കർത്താവ് പ്രതിഷ്ഠിച്ചതെന്ത്? ഉത്തരം ദ്വീപുകൾ. 2. അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ആരുടെ നിശ്ചയമാണ്? ഉത്തരം കർത്താവിൻ്റെ. 3. ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 4. ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നാം എന്തു ചെയ്യുന്നു? ഉത്തരം അത് കേട്ട് വിസ്മയിക്കുന്നു. 5. പ്രഭാഷകർ 43 അധ്യായം 24 സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 107:23. 6. അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികളുള്ളത് എവിടെ? ഉത്തരം ദ്വീപിൽ. 7. എല്ലാത്തരം ജീവജാലങ്ങളെ കൂടാതെ മറ്റെന്തുമാണ് അതിലുള്ളത്? ഉത്തരം അതികായങ്ങളായ സമുദ്ര സത്വങ്ങൾ. 8. പ്രഭാഷകൻ 43 അധ്യായം 25 വാക്യത്തിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 104 അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 9. കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. 10. കർത്താവിൻ്റെ വചനത്താൽ എല്ലാം എപ്രകാരം ചരിക്കുന്നു? ഉത്തരം നിശ്ചിത മാർഗത്തിൽ. 11. എല്ലാറ്റിൻ്റെയും സാരം എന്ത്? ഉത്തരം കർത്താവാണ് സർവവും. 12. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? ഉത്തരം പ്രകീർത്തിക്കാൻ. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? 13. പ്രഭാഷകൻ 43 അധ്യായം 28 പ്രകാരം കർത്താവ് എന്തിനേക്കാൾ ഉന്നതമാണ്? ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ. 14. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 15. അത്യുന്നതനായ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നത് എന്ത്? ഉത്തരം അത്ഭുതകരം. 16. എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച്. 17. കർത്താവ് എന്തിന് ഉപരിയാണ്? ഉത്തരം എല്ലാ കഴിവിനും. 18. തളർന്നു പോകാതെ കർത്താവിനെ പുകഴ്ത്തേണ്ടത് എങ്ങനെ? ഉത്തരം സർവശക്തിയോടും കൂടെ. 19. പ്രഭാഷകൻ 43 അധ്യായം 31 വാക്യത്തിൽ കർത്താവിനെ പറ്റി എന്തെല്ലാം ചോദിക്കുന്നുണ്ട്? ഉത്തരം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? 20. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ എങ്ങനെ വർത്തിക്കുന്നു? ഉത്തരം നമുക്ക് അജ്ഞാതമായി. 21. കർത്താവിൻ്റെ എന്തുമാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ? ഉത്തരം ഏതാനും സൃഷ്ടികൾ. 22. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. 23. കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നതെന്ത്? ഉത്തരം ജ്ഞാനം.